അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ എവിടെയാണ് ആരും ആവട്ടെ, നാം നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബെൽറ്റ് ഭൂമിക്ക് ഇങ്ങനെ, ഭൂമിയുടെ ഒത്ത സെന്ററിലൂടെ ഒരു ബെൽറ്റ് നാം സങ്കല്പിക്കാം. ഭൂമിയുടെ ഒത്ത മിഡിലിലൂടെ, അതായത് കൃത്യമായി നാം നിൽക്കുന്ന പോയിന്റ് വെച്ചുകൊണ്ട് ഭൂമിയെ നേരെ പകുതി ഭാഗം മേലെയും പകുതി ഭാഗം താഴെയുമായി ഒരു വൃത്തം സങ്കല്പിക്കാം. സങ്കല്പിക്കാൻ പ്രയാസമില്ലല്ലോ? സങ്കല്പിച്ചോ? ആ വൃത്തം ഇപ്പൊ എങ്ങനെയാ വന്നത്? ഇങ്ങനെയാണോ? എങ്ങനെയാ വന്നത്? ഈ ലെവലിലാണ് വന്നത് അല്ലെ. അതായത് നമ്മളിപ്പോ ഏകദേശം നോക്കുക, ഒരു പ്രൊട്രാക്ടറിന്റെ ഒരു സൈസ് നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് നമ്മുടെ ലൊക്കേഷൻ. ഒരു പ്രൊട്രാക്ടർക്ക് നമ്മൾ കാണുന്നത് പോലെ കൃത്യമായ ഒരു 180 ഡിഗ്രിയുടെ ഒരു പ്രൊട്രാക്ടറിനെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. നോക്കുക, പിന്നെ ഭൂമിയുടെ ഈ ഒരു ലെവലിലായിരിക്കും നമ്മൾ ഒരു ബെൽറ്റിങ് നമുക്ക് കിട്ടുക. ഈ ഒരു ലെവലിൽ, ഈ ലെവൽ തന്നെ മുകളിലൂടെ ആയിരിക്കില്ല, ഒരല്പം കൂടി ഭൂമിയുടെ താഴ്ഭാഗത്തിലൂടെ ആയിരിക്കും നമുക്ക് ആ ഒരു രേഖ കിട്ടുക അല്ലെ, ആ ഒരു വൃത്തം ലഭിക്കുക. ഭൂമിയുടെ ഒന്നുകൂടി താഴേക്ക് ഇറങ്ങിക്കൊണ്ടായിരിക്കും ആ രേഖ. ആ രേഖയിൽ നിന്ന്, ആ രേഖയല്ല നമുക്ക് വേണ്ടത്, നാം ആ രേഖയിൽ നേരെ അങ്ങ് വിടുക. എവിടേക്ക്? ആകാശത്തിലേക്ക് വിടുക. നേരെ സൂര്യനൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആകാശത്തിലേക്ക് ആ രേഖ നേരെ അങ്ങ് വിട്ടാൽ ആ ഒരു രേഖ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആ രേഖ എവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക? ഏകദേശം ആ കടലിന് സമാനമായിട്ടൊക്കെ, കടലിലല്ല, അതിന്റെയൊക്കെ എത്രയോ കോടാനുകോടി കിലോമീറ്റർ അകലെ സൂര്യൻ സഞ്ചരിക്കുന്ന ഒരു വഴി നാം സങ്കല്പിക്കുന്നു. ആ വഴി ടച്ച് ചെയ്തുകൊണ്ട് അകലത്തിലൂടെ നമുക്കൊരു രേഖ ലഭിക്കും അല്ലേ എന്ന് മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം സൂര്യോദയം എന്ന് പറഞ്ഞാൽ ഈ ദായിറക്ക് ദായിറത്തുൽ ഉഫുഖ് എന്നാണ് പറയാ. ഈ വൃത്തത്തിനിക്ക് ദായിറത്തുൽ ഉഫുഖ് എന്നാണ് പറയാ. ഈ ദായിറത്തുൽ ഉഫുഖ് നമുക്കറിയാം, സൂര്യൻ സഞ്ചരിക്കുന്ന പാത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കൃത്യമായി ഭൂമിയുടെ ഭൂമധ്യ രേഖയ്ക്ക് സമാനമായി ആകാശത്തിലൂടെയുള്ള മഅ്ദുറുൻ നഹാറിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. പക്ഷെ അത് കേവലം 2 ദിവസം മാത്രം. ബാക്കിയുള്ള ദിവസം 23.5 ഡിഗ്രിക്കുള്ളിലായിട്ട് ആ ഭൂമധ്യ രേഖയിൽ നിന്നും അല്ലെങ്കിൽ മഅ്ദുറുൻ നഹാറിൽ നിന്നും സൗത്ത് നോർത്തിന്റെ ഇടയിലായിട്ട് ടോട്ടൽ സൗത്തിലേക്ക് 23.5 ഡിഗ്രി, നോർത്തിലേക്ക് 23 ഡിഗ്രി, ടോട്ടൽ 47 ഡിഗ്രിക്കുള്ളിലായിട്ടായിരിക്കും സൂര്യന്റെ സഞ്ചാരം അല്ലെ. സൂര്യന്റെ ടോട്ടൽ സഞ്ചാരം 47 ഡിഗ്രിക്കുള്ളിലായിരിക്കും. മഅ്ദുറുൻ നഹാറിന് 23 അപ്പുറത്തേക്ക്, 23 ഇപ്പുറത്തേക്ക്, ടോട്ടൽ 47 ഡിഗ്രി. ആ സൂര്യൻ സഞ്ചരിക്കുന്ന പാതക്ക് പറയുന്ന ഒരു പേരാണ് അൽ മദാറാത്തുൽ യൗമിയ. എന്താ പേര്? അൽ മദാറാത്തുൽ യൗമിയ. ഈ മദാറാത്തുൽ യൗമിയയിലൂടെ ദൈനംദിനം സൂര്യൻ കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൂര്യന്റെ സഞ്ചാരമല്ല നമ്മുടെ രാപ്പകലുകളുടെ കാരണം. പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി ആ രൂപത്തിൽ തന്നെ സങ്കല്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ നമ്മുടെ കിഴക്ക് ഭാഗത്ത്, നമ്മുടെ ഈസ്റ്റ് ഭാഗത്ത് സൂര്യൻ ഇപ്പൊ അസ്തമിക്കാൻ പോവാണ്. ഈ അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു നേരെ താഴെ കൂടി വീണ്ടും വരുന്നു, ഭൂമിയെ ചുറ്റിക്കൊണ്ട് വരികയാണ്. നമ്മൾ കാണുന്നില്ല, നമുക്ക് രാത്രിയാണ്, അങ്ങനെ വരുന്നു, നമുക്ക് മിഡ് നൈറ്റ് ആകുന്നു, വീണ്ടും അങ്ങനെ വരുന്നു. നമുക്ക് നേരത്തെ നാം സങ്കല്പിച്ച ദായിറത്തുൽ ഉഫുഖിലേക്ക് സൂര്യൻ എത്തലോടുകൂടി നമുക്ക് പകലുണ്ടാകുന്നു, നമുക്ക് സുബ്ഹിയാവുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൺറൈസ് എന്ന് നമ്മൾ പറയും അല്ലെ. അവിടുന്ന് പിന്നെ സൂര്യൻ ഇങ്ങനെ ഉയരുകയാണ്, ഉയർന്ന് പിന്നെ നേരെ ഈ കാണുന്ന രൂപത്തിൽ അസ്തമിക്കാൻ എടുക്കുകയാണ്. ഈ അസ്തമിക്കുമ്പോൾ നാം അതിന്, അതായത് ദായിറത്തുൽ ഉഫുഖ്, നമ്മുടെ ദായിറത്തുൽ ഉഫുഖിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ ദായിറത്തുൽ ഉഫുഖിനെ വിട്ട് കടക്കുമ്പോൾ നാം അതിന് സൺസെറ്റ്, സൂര്യ അസ്തമയം എന്ന് പറയുന്നു. ഇതാണ് ഇപ്പൊ സൂര്യൻ ഉദയവും സൂര്യാസ്തമയവും. നമ്മെ സംബന്ധിച്ചിടത്തോളം ലുഹറിന്റെ സമയം എന്നുള്ളത് ഈ 2 സമയത്തിന്റെയും നേർപകുതി സമയമാണ്. ക്ലിയർ ആണോ? സൂര്യ ഉദയം ആ സമയം മനസ്സിലാക്കുക എപ്പോഴാണെന്നുള്ളത്, സൂര്യ അസ്തമയ ടൈമും കാണുക. 2ന്റെയും മിഡിൽ ടൈം ആയിരിക്കും. മിഡിൽ ടൈം അല്ല, ആ മിഡിൽ ടൈമിൽ നിന്ന് സൂര്യൻ ഒരല്പം തെറ്റലോടുകൂടിയാണ് നമ്മുടെ ലുഹറിന്റെ സമയം ആരംഭിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കാര്യങ്ങൾ അങ്ങനെ പോട്ടെ. ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. നമുക്കറിയാലോ 360 ഡിഗ്രിയാണ് ടോട്ടൽ. ഈ സൂര്യൻ സഞ്ചരിക്കുന്ന ഒരു ദായിറ നാം ഇങ്ങനെ സങ്കല്പിച്ചാൽ, സൂര്യൻ സഞ്ചരിക്കുന്ന റൂട്ട് നാം ഇങ്ങനെ സങ്കല്പിച്ചാൽ അത് 360 ഡിഗ്രി ആയിരിക്കും അല്ലെ. പൂർണ്ണമായ ഒരു വൃത്തം 360 ഡിഗ്രിയാണ്. എങ്കിൽ ഞാൻ ഡിഗ്രി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാണ്. പിന്നെ സൂര്യൻ ഇപ്പോ ആ ഒരു ലൊക്കേഷൻ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. 360 ഡിഗ്രിയാണ് ടോട്ടൽ സൂര്യൻ ഒരു ദിവസം 24 മണിക്കൂറിൽ സഞ്ചരിക്കുന്നത് എങ്കിൽ 1 ഡിഗ്രി സഞ്ചരിക്കാൻ സൂര്യന് എത്ര ടൈം വേണ്ടി വരും?
1 ഡിഗ്രി സഞ്ചരിക്കാൻ സൂര്യൻ എത്ര ടൈം എടുക്കും? ആര് പറയും? 4 മിനിറ്റ്. 4 മിനിറ്റാണ് സൂര്യൻ 1 ഡിഗ്രി സഞ്ചരിക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം. 4 മിനിറ്റാണ് 1 ഡിഗ്രി സഞ്ചരിക്കാൻ. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. കാരണം നമുക്കറിയാം 24 മണിക്കൂർ കൊണ്ടാണ് 360 ഡിഗ്രി പൂർത്തിയാക്കുന്നത്. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മിനിറ്റ്. 24 മണിക്കൂർ 24 × 60. 24 × 60. അപ്പൊ ടോട്ടൽ മിനിറ്റ് കിട്ടും. ആ മിനിറ്റിനെ 360 കൊണ്ട് ഹരിച്ചാൽ കിട്ടും ആൻസർ 4. അപ്പൊ 1 ഡിഗ്രി സഞ്ചരിക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം 4 ഡിഗ്രിയാണ്. ഇപ്പൊ സമയം എന്തായി? ഇപ്പൊ സമയം എത്രയായി? 6:04 അല്ലെ? ഇന്ന് സൂര്യാസ്തമയം എപ്പോഴാ ഷാക്കിർ? മഗ്‌രിബാങ്ക് 26-ന് അല്ലെ? 26 ആണെങ്കിൽ ഇനി എത്ര മിനിറ്റാ സൂര്യാസ്തമിക്കാനുള്ളത്? സൂര്യൻ അസ്തമിക്കാൻ ഇനി എത്ര മിനിറ്റ് ബാക്കിയുണ്ട്? 22 മിനിറ്റ് അല്ലെ? ആ 22 മിനിറ്റ് സഞ്ചരിക്കാൻ സൂര്യന് എത്ര ഡിഗ്രി സഞ്ചരിക്കണം? അതായത് എത്ര മിനിറ്റ് കൊണ്ടാണ് നോക്കുക? 5.5 ഡിഗ്രി അല്ലെ? 5.5 ഡിഗ്രി ആണോ? 5 × 4 20 അല്ലെ? 22 ആണെങ്കിൽ കറക്റ്റ് 5.5 ഡിഗ്രി. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ആകാശത്തിന്റെ ഡിഗ്രി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഇപ്പൊ സൂര്യനുള്ള പോയിന്റും സൂര്യൻ അസ്തമിക്കാനിരിക്കുന്ന ആ ഒരു ചെറിയ ഒരു ചാപം അല്ല, ആ കൗസിന്റെ ഡിഗ്രി എത്രയാണ്? 5.5 ഡിഗ്രിയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സുഖമാണ്. നമ്മുടെ മഅ്ദിനുൻ നഹാറിൽ നിന്ന് സൂര്യൻ എത്ര ഡിഗ്രി അപ്പുറത്താണെന്നൊക്കെ ഉള്ളത് ഏകദേശം ആ ഒരു ഡിസ്റ്റൻസ് മനസ്സിലാക്കാം. അതാണ് 5.5 ഡിഗ്രി. അപ്പൊ ഒരു 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. 20 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? നേരെ നാം ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് നമ്മുടെ തലയിലൂടെ സംതൃപ്തിയിലൂടെ ഒരു രേഖ മുകളിലേക്ക് വിട്ടാൽ ആ രേഖ എത്രയായിരിക്കും? ഈ കൗസ് എത്രയായിരിക്കും? മനസ്സിലായില്ല? സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു പോയിന്റ്, അതുപോലെ തന്നെ നമ്മുടെ നേരെ തലമുകളിലേക്ക് ഒരു രേഖ വിട്ടാൽ ആ രേഖയിൽ നിന്ന് സൂര്യൻ അസ്തമിക്കുന്ന പോയിന്റിലേക്കുള്ള ആ കൗസ്, ആ ചാപം എത്രയായിരിക്കും? 45 അല്ലേ? 45 ഡിഗ്രി ആയിരിക്കും. 45 അല്ല, സോറി, എത്ര? 90 ഡിഗ്രി, 90 ഡിഗ്രി. 90 ഡിഗ്രി. അപ്പൊ ഏകദേശം നമുക്ക് നേരെ മുകളിലേക്ക് പിടിച്ചാൽ 90 ഡിഗ്രി. ഇതാണ് 90 ഡിഗ്രിയാണ്. അതിന് മിഡിൽ ഏകദേശം 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഇതിനെ നേരെ മിഡിലേക്ക് പിടിച്ചാൽ 45 ഡിഗ്രി, നേരെ 20 ഡിഗ്രി. കാര്യങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാം. ഏതായാലും സൂര്യനുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ ചില വിഷയങ്ങളാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്.